ഇപ്പം നമ്മൾ ഡി സി മോട്ടറിനെ പറ്റി പറയുമ്പോൾ ഇതെന്ന് പറയുന്നത് മോട്ടറാണ്. മോട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു ഡിവൈസാണ്. അപ്പോൾ ബേസിക്കലി ഇത് വർക്ക് ചെയ്യുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഡി സി മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനകത്ത് വരുന്നത് മെയിനായിട്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡാണ്. അതായത് നമ്മളൊരു നോർത്ത് പോളുള്ളതും നമുക്ക് ഒരു നോർത്ത് പോളും ഇത് ഒരു സൗത്ത് പോളുമാണ്. ഈ രണ്ട് പോൾസിനിടയ്ക്ക് നമ്മളൊരു കണ്ടക്ടർ പ്ലേസ് ചെയ്യാം. ഈ കണ്ടക്ടർ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് നേച്ചറുള്ള കണ്ടക്ടർ. അതായത് നമ്മൾ നമ്മൾ ഓരോ സ്ലോട്ടിനകത്ത് നമ്മളിങ്ങനെ സ്ലോട്ടുകളുണ്ട്. ഈ സ്ലോട്ട്സിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വൈൻഡിങ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വൈൻഡിങ്സ് ചെയ്ത് ഇതൊരു റോട്ടറി മോഷനാണ്. ഇതാണ് നമ്മുടെ ഈ നോർത്ത് പോളിനും സൗത്ത് പോളിനും ഇടയ്ക്കായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണിത് ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ആദ്യം നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കുന്നതിന് മുന്നേ മെയിനായിട്ട് ഇത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഏത് വർക്കിംഗ് പ്രിൻസിപ്പിളിന് മുന്നേ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് അറിയണം. പിന്നെ ഇതിൻ്റെ കണ്ടക്ടറിൽ കൂടെ ഉള്ള കറണ്ട് പാസ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ, അല്ലെങ്കിൽ ആ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇത് ഏത് ഡയറക്ഷനിലോട്ടാണ് കറങ്ങുന്നത് എന്നുള്ളതും ആ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ലോ ഏതാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ പറയുന്നതെങ്കിൽ കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, whenever a conductor placed in a magnetic field it experience a force. ഇതെന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ഫോഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഇവിടെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ് അല്ലേ. നമ്മൾ കറണ്ട് ഏത് കണ്ടക്ടറിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് അല്ലേ. അങ്ങനെയാണ് ഇതെന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ആ ടേണിങ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ റൊട്ടേഷണൽ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇനിഷ്യലി നമ്മൾ പുറത്തുനിന്ന് കൊടുക്കേണ്ട സപ്ലൈ ഒരു ഡി സി സപ്ലൈ ആണ് നമ്മൾ ഇതിലോട്ട് കൊടുക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പേര് വിളിക്കുന്നത്, ഡി സി മോട്ടർ എന്ന് വിളിക്കുന്നത്, ഡി സി മോട്ടർ. അപ്പം ഡി സി മോട്ടർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസാണ്. എന്ത് ടൈപ്പ് ഡിവൈസാണ്? ഒരു ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇതിൻ്റെ വർക്കിംഗ് പറയുന്നതിന് മുന്നേ നമുക്ക് ഒരു കാര്യം അറിഞ്ഞിരിക്കണം. നമുക്ക് ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അറിഞ്ഞിരിക്കണം. അതായത് ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത് നമ്മുടെ തമ്പും ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ, ഈ 3 ഫിംഗർ നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ മോഷനാണ്. 4 ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ്. മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ കറണ്ടിനെയാണ്. അതായത് മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് നമ്മൾ കറണ്ട് മോട്ടറിലോട്ട് കൊടുക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണെങ്കിൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് എ മോട്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു റൂളാണ് ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് റൂള് നമ്മുടെ മോട്ടറിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള്
ഈ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഫോഴ്സും ഡയറക്ഷൻ ഓഫ് കറണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അറിയാൻ പറ്റുന്നത്. അപ്പം മോട്ടർ ഒരു ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു മെക്കാനിക്കൽ ഡിവൈസാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ whenever a current carrying conductor is placed in a magnetic field, it experiences a force. ആ ടേണിങ് ഫോഴ്സ് അല്ലെങ്കിൽ ആ ടേണിങ് ടോർക്ക് കാരണമാണ് ഈ മോട്ടർ കറങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ മെയിനായിട്ടുള്ള 2 കാര്യങ്ങൾ, ഇത് മെയിനായിട്ട് അറിഞ്ഞിരിക്കുക, ഇതിൻ്റെ വർക്കിംഗ് അറിഞ്ഞിരിക്കുക. വർക്കിങ്ങിൻ്റെ റൂള് എന്ന് പറയുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. വർക്കിങ്ങിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ അറിയാനും ഡയറക്ഷൻ ഓഫ് കറണ്ട് അറിയാനും ഉപയോഗിക്കുന്ന ഒരു റൂൾ എന്ന് പറഞ്ഞാൽ ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് മോട്ടറാണ്, ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് മോട്ടറാണ്. ഇനി ഫ്ലെമിങ്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ജനറേറ്ററാണ്. ഇത് 2 കാര്യങ്ങളും മറന്നു പോകാതിരിക്കുക. ജനറേറ്റർ, അതായത് റൈറ്റ് ഹാൻഡ് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ജനറേറ്റർ എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നവൻ അല്ലേ. അത് നമ്മളിപ്പം ഫുഡ് കഴിക്കുന്ന ആലോചിക്കുക, നമ്മൾ ഫുഡ് കഴിക്കുന്നത് റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചല്ലേ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റൈറ്റ് ഹാൻഡ് ജനറേഷൻ, ആ റൈറ്റ് ആലോചിക്കുക, നമ്മൾ കഴിക്കാനായിട്ട് അങ്ങനെ ആലോചിച്ച് നോക്കുക. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞത് ജനറേറ്ററിനും ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞത് നമ്മൾ മോട്ടറിനുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. പിന്നെ ഇതിൻ്റെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് ഡയറക്ഷൻ ഓഫ് മോഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തമ്പാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ 4 ഫിംഗറാണ്. നമ്മുടെ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് മിഡിൽ ഫിംഗറാണ്. whenever a conductor is placed in a magnetic field, it experiences a force. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നോക്കാവുന്നതാണ്. അതിനു മുന്നേ നമുക്ക് ഇതിൻ്റെ മെയിൻ പാർട്സ് ഓഫ് എ DC മെഷീൻ എന്ന് അറിഞ്ഞിരിക്കണം. മെയിൻ പാർട്സ് ഏതൊക്കെയാണ്, നമ്മളൊരു DC മോട്ടറിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മളിതിൻ്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഒന്നാമത് വരുന്നത് യോക്കാണ്. യോക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാനിവിടെ വരച്ച് കാണിക്കാം. യോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടറിനെ നമ്മൾ ഒരു ക്രോസ് സെക്ഷൻ വ്യൂ എടുത്താൽ ആ ക്രോസ് സെക്ഷൻ വ്യൂ, അതായത് നമ്മുടെ മോട്ടർ നമ്മൾ ബേസിക്കലി നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന മോട്ടർ നമ്മൾ ഇങ്ങനെ അതിനെ കട്ട് ചെയ്താൽ കിട്ടുന്ന ഒരു വ്യൂ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇങ്ങനെ കട്ട് ചെയ്താൽ കിട്ടുന്ന വ്യൂവിൽ ഇതിൻ്റെ ഔട്ടർ പാർട്ട് എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ യോക്കാണ്. യോക്ക് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ ഔട്ടർ പാർട്സ് ഇങ്ങനെ വരും. ഓക്കെ, ഇതിൻ്റെ യോക്കിലാണ് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മുടെ ഫീൽഡ് പോൾസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പോളുണ്ട്, ഈ പോളിന് പുറമേ നമ്മൾ ഒരു പോൾ ഷൂ ഉണ്ട്. അല്ലേ, ഇങ്ങനെ പോൾ ഷൂ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോൾ ഷൂ, ഇത് പോൾ കോർ. ഇനി നമ്മൾ ആദ്യം വരച്ചത് ഇതാണ് യോക്ക് എന്ന് പറയുന്നത്. യോക്ക് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ എന്താണ് വരുന്നത്, പോൾസ് ആണ്. ഇനി ഇതെന്ന് പറയുന്നത് ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗമാണ്, ഇത്രയും ഭാഗമാണ് പോൾ ഷൂ എന്ന് പറയുന്നത്. ഇനി ഇത്രയും വരുന്ന ഭാഗം പോൾ കോർ ആൻഡ് പോൾ ഷൂ. ഈ ഭാഗമാണ് പോൾസിൻ്റെ കോർ എന്ന് പറയുന്നത്. കോർസിലാണ് നമ്മൾ വൈൻഡിങ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ജസ്റ്റ് ഒന്ന്
അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിൻ്റെ യോക്ക് എന്താണ്, അതിൻ്റെ പോൾ കോർ എന്താണ്, പോൾ ഷൂ എന്താണ്. ഇനി ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഈ ഔട്ടർ ബോഡി യോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇന്നർ ബോഡിക്ക് അകത്തേക്ക് വരുന്നതിന് അകത്താണ് നമ്മുടെ ആർമേച്ചർ കോർ ഇരിക്കുന്നത്. അപ്പോൾ ആർമേച്ചർ കോർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ ഈ ആർമേച്ചർ കോർ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ റൊട്ടേഷൻ കൊടുക്കുന്ന ആരാണ്, ഈ ആർമേച്ചർ കോറാണ്. അപ്പോൾ ഈ റൊട്ടേഷൻ കൊടുക്കുന്നത് അവനാണ് ഇവിടെ ആർമേച്ചർ കോർ എന്ന് പറയുന്നത്. ഇനി ആർമേച്ചർ കോറിനകത്ത് തന്നെയാണ് നമ്മൾ വൈൻഡിങ്സും ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആർമേച്ചർ കോറിനകത്ത് വൈൻഡിങ്സ് ഉണ്ട്, ആർമേച്ചർ വൈൻഡിങ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കമ്മ്യൂട്ടേറ്ററും ബ്രഷും ആയിട്ടുള്ള സെഗ്മെൻ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ യോക്കാണ്. യോക്ക് എന്ന് പറഞ്ഞാൽ ഔട്ടർ ബോഡിയാണ് ഇതിൻ്റെ, അല്ലേ? യോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ടർ ബോഡിയാണ്. ഈ ഔട്ടർ ബോഡി എന്ത് പ്രൊവൈഡ് ചെയ്യും? ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും, അല്ലേ? ഈ ഔട്ടർ ബോഡി എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും, അല്ലേ? അതുപോലെ തന്നെ ഇതെന്ത് ചെയ്യും? ഇതിൻ്റെ ഇന്നർ പാർട്സിനെ ഔട്ട്സൈഡിൽ നിന്നുള്ള എലമെൻറ്റുകൾ വന്ന് ഡാമേജ് ആക്കാതിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നർ പാർട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും യോക്ക് തന്നെയാണ്. ഇപ്പോൾ ഈ യോക്ക് നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് അയൺ ഫോർ സ്മാൾ മെഷീൻ. ചെറിയ മെഷീനാണെങ്കിൽ നമ്മൾ യോക്ക് മാനുഫാക്ചർ ചെയ്യുന്നത് കാസ്റ്റ് അയൺ വെച്ചിട്ടാണ്. ഇനി ലാർജ് മെഷീനാണെങ്കിൽ നമ്മൾ യോക്ക് മാനുഫാക്ചർ ചെയ്യുന്നത് കാസ്റ്റ് സ്റ്റീൽ വെച്ചിട്ടാണ്. അപ്പോൾ രണ്ടും നമ്മൾ പഠിച്ചു വച്ചിരിക്കുക. അപ്പോൾ കാസ്റ്റ് അയൺ ആണെങ്കിൽ സ്മാൾ മെഷീനും കാസ്റ്റ് സ്റ്റീലാണെങ്കിൽ ലാർജ് മെഷീനുമാണ്. അപ്പോൾ മെയിനായിട്ട് യോക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. യോക്ക് എന്ന് പറഞ്ഞാൽ ഔട്ടർ ബോഡിയാണ്. ഔട്ടർ ബോഡി മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? കാസ്റ്റ് അയൺ ഫോർ സ്മാൾ മെഷീൻ, കാസ്റ്റ് സ്റ്റീൽ എന്ന് പറയുന്നത് ഫോർ ലാർജ് മെഷീൻ. ഇത് രണ്ടും അറിഞ്ഞിരിക്കുക. ഇന്നർ പാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഇതെന്ത് യോക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു, നമ്മൾ കണ്ടതാണ്, നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പോൾ ഷൂസും അതേ കണക്ക് പിന്നെ പോൾ കോറും കണ്ടതാണ്, അല്ലേ? മെയിനായിട്ട് നമ്മൾ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് പോൾസ് ഉള്ള ഒരു ഡിവൈസ് വരും. ഇത് നോർത്ത് പോളായിട്ടും ഇത് സൗത്ത് പോളായിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് രണ്ട് പോളുള്ള ഒരു ഡിവൈസ് എക്സാമ്പിളായിരുന്നു നമ്മളെടുത്തത്. അപ്പോൾ ഈ പോൾ കോർ ആൻഡ് പോൾ ഷൂ എന്ന് പറയുമ്പോൾ ഇതിലാണ് നമ്മൾ ഫീൽഡ് വൈൻഡിങ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പോൾ കോറിലും അല്ലെങ്കിൽ പോൾ ഷൂസിലുമാണ് നമ്മൾ എന്ത് വൈൻഡിങ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഫീൽഡ് വൈൻഡിങ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലേ? ഇത് എന്ത് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ നമുക്കിത് എന്ത് ചെയ്ത് ഇത് നമ്മൾ യോക്കുമായിട്ട് ജോയിൻറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ യോക്കുമായിട്ട് നമ്മളിത് ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് ജോയിൻറ്റ് ചെയ്യുന്നത്? ബൈ ബോൾട്ട്, അല്ലേ? നമ്മൾ ബോൾട്ട് വെച്ചിട്ടാണ് ഇത് ജോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പോൾ കോറിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇത് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ലാമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ലാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തിൻ ഷീറ്റുകളായിട്ട് നമ്മളൊരു തിന്നായിട്ടുള്ള ഷീറ്റുകളായിട്ട് നമ്മൾ സ്റ്റാമ്പ് ചെയ്താണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാമ്പ് ചെയ്ത് അതിനെ ലാമിനേറ്റ് ചെയ്ത് തിൻ ഷീറ്റുകളാക്കി വച്ചിരിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള എഡ്ഡി കറണ്ട് കാരണം ഉണ്ടാകുന്ന എഡ്ഡി കറണ്ട് ലോസ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എഡ്ഡി കറണ്ട് ലോസ് എന്താണെന്ന് അറിയണം. അപ്പോൾ എഡ്ഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് അല്ലെങ്കിൽ അയൺ പാത്തിലുണ്ടാവുന്ന അല്ലെങ്കിൽ അയണിനകത്ത് ഉണ്ടാവുന്ന ലോസിനെയാണ് നമ്മൾ എഡ്ഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത്. ഈ എഡ്ഡി കറണ്ട് ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലേറ്റിംഗ് കറണ്ടാണ്. ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു അയൺ പാത്തിനകത്ത് സർക്കുലേറ്റ് ചെയ്ത് നമ്മളെ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കറണ്ടിനെ അത് നഷ്ടമാക്കും. അത് ശരിക്കും നമുക്ക് പ്രൊഡക്റ്റീവാക്കി മാറ്റേണ്ട കറണ്ടിനെയാണ് അത് നഷ്ടമാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കറണ്ടിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് നമ്മൾ പറയുന്നത് ഈ ലാമിനേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലാമിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ പോൾ കോറും പോൾ ഷൂ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ പോൾ ഷൂ എന്തിനെന്ന് പറഞ്ഞാൽ പോൾ ഷൂവും പോൾ കോറും മെയിനായിട്ട് നമുക്ക് നോർത്ത് പോളിൽ നിന്ന് നമ്മൾ ഫ്ലക്സ് ഇങ്ങനെ പാസ് ചെയ്ത് പോകും അല്ലേ. ഫ്ലക്സസ് ഇങ്ങനെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട് ഫ്ലക്സ് പാസ് ചെയ്യാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇത് നോർത്ത് പോളിൽ നിന്ന് ഡയറക്റ്റായിട്ട് സൗത്ത് പോളിലോട്ട് പാസ് ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മളൊരു ബാർ മാഗ്നറ്റ് എടുത്താൽ ഇതിന് രണ്ട് എൻഡ് നോർത്തും സൗത്തും. ഞാൻ ഇതിന് ഇങ്ങനെ ഒരു നോർത്ത് പോളിലെ ബാർ മാഗ്നറ്റ് ഇവിടെയും ഒരു സൗത്ത് പോളിലെ മാഗ്നറ്റ് ഇവിടെയും വെച്ചാൽ ഈ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഫ്ലക്സ് പാസ് ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഇത് ഇങ്ങനെയാണ് പാസ് ചെയ്ത് പോകുന്നത് അല്ലേ. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഫ്ലക്സ് ലൈൻസ് ഇങ്ങനെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അതായത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഫ്ലക്സ് പാസ് ചെയ്ത് പോകുമ്പോഴേക്കും നമ്മൾ ഈ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഫ്ലക്സ് പാസ് ചെയ്ത് പോയിട്ട് അത് ഇൻസൈഡ് മാഗ്നറ്റ് സൗത്ത് പോൾ ടു നോർത്ത് പോളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് സർക്യൂട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പോൾ ഇവിടെയും കൂടെ വരികയാണെങ്കിൽ ഈ സർക്യൂട്ട് എങ്ങനെ കംപ്ലീറ്റ് ആക്കുമെന്ന് വെച്ചാൽ ഈ സർക്യൂട്ട് ഇങ്ങനെ ആയിരിക്കും കംപ്ലീറ്റ് ആവുന്നത് അല്ലേ അല്ലേ. ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ യൂണിഫോമായിട്ട് നമ്മൾ ഈ എന്തിനെ ഫ്ലക്സിനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഒരാൾ സഹായിക്കുന്ന ആരാണ്? നമ്മുടെ യോക്ക് അല്ലേ. യൂണിഫോമായിട്ട് ഫ്ലക്സിനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നു? നമ്മുടെ യോക്ക് സഹായിക്കുന്നു അല്ലേ. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഔട്ടർ ബോഡി ആയിട്ടുള്ള യോക്ക് എന്തിനെ യൂണിഫോമായിട്ട് ഫ്ലക്സിനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പോൾ കോറും പോൾ ഷൂസിനും അറിഞ്ഞിരിക്കേണ്ട കാര്യം. പോൾ കോറും പോൾ ഷൂസും. ഇനി ഇതിൻ്റെ മെയിൻ രണ്ട് ഫങ്ഷൻ കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം. രണ്ട് ഫങ്ഷൻ, അതിൽ ഒരു ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് സപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ഫീൽഡ് കോയിൽസ് അല്ലേ. നമ്മൾ ഈ ഫീൽഡ് കോയിൽസിന് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഫീൽഡ് കോയിൽസിന് ഇത് സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്തിനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? സ്പ്രെഡ് ഫ്ലക്സ് യൂണിഫോമിലി അല്ലേ. യൂണിഫോമായിട്ട് നമ്മൾ ഫ്ലക്സിനെയും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫങ്ഷൻസ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ പോൾ കോർ ആൻഡ് പോൾ ഷൂ പറഞ്ഞിരിക്കുമ്പോൾ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോകേണ്ടത് ആർമേച്ചർ കോറാണ് അല്ലേ. ആർമേച്ചർ കോർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ഫീൽഡ് പോൾസ് ഇവിടെ ഇരിക്കുകയാണ്. അതിനകത്ത് നമ്മളെന്തുണ്ട്? ആർമേച്ചറുണ്ട്. ഈ ആർമേച്ചർ കോറാണ് നമ്മുടെ ആർമേച്ചറാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആർമേച്ചർ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ആർമേച്ചർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അല്ലേ. ഇത് റൗണ്ട് ഷേപ്പിൽ ആർമേച്ചർ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ആർമേച്ചറിനകത്ത് ആർമേച്ചർ സ്ലോട്ടിനകത്തായിട്ട് ആർമേച്ചർ വൈൻഡിങ്സ് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കോപ്പർ വൈൻഡിങ്സ് ആണ് നമ്മളതിൻ്റെ അകത്ത് ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ നടുക്കായിട്ട് നമുക്കറിയാം ഷാഫ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഈ ഷാഫ്റ്റ് ഇരിക്കുന്നതിന് തൊട്ട് മുന്നേറ്റ് നമ്മൾ ആദ്യം അകത്തായിട്ട് ഷാഫ്റ്റ് കാണിക്കണം. അപ്പോൾ ഷാഫ്റ്റ് മുന്നേ ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ആർമേച്ചർ വൈൻഡിങ്സ് ഇരിപ്പുണ്ട്. ആർമേച്ചർ വൈൻഡിങ്ങിനകത്ത് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്തൊരു കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻ്റ് ഉണ്ട് അല്ലേ. ഇതാണ് ഇതിൻ്റെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്. ഈ സെഗ്മെൻറ്റ് ഇങ്ങനെ ചെറിയ ചെറിയ സെഗ്മെൻറ്റുകളായിട്ടിരിക്കുകയാണ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്. ഈ സെഗ്മെൻറ്റിൻ്റെ അകത്താണ് നമ്മുടെ എന്ത് വരുന്നത്? നമ്മുടെ ഷാഫ്റ്റ് വരുന്നത് അല്ലേ. മെയിനായിട്ടുള്ള ഷാഫ്റ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആർമേച്ചർ കോറിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ പറയുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം ഇതിൻ്റെ അകത്ത് എന്തുണ്ട്?
ആർമേച്ചർ സ്ലോട്ടുകളുണ്ട്. സ്ലോട്ടിൻ്റെ അകത്ത് നമ്മൾ വൈൻഡിങ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് അകത്തായിട്ട് നമ്മുടെ എൻഡിലായിട്ട് നമ്മൾ എന്തുണ്ട്, ഈ ആർമേച്ചറിൻ്റെ അകത്തായിട്ട് എന്തുണ്ട്, കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റുകളുണ്ട്. ആ സെഗ്മെൻ്റ് അകത്ത് നമ്മൾ ഷാഫ്റ്റിലാണ് ഇതെല്ലാം കൂടെ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതെന്താ പറയുക, വൈൻഡിങ്സ് ആണ്. ഇത് ടോട്ടലായിട്ട് ആർമേച്ചർ കോറാണ്. ഇനി ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻ്റ് ഉണ്ട്. ഇനി ഈ വരുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഷാഫ്റ്റാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഇത് എന്തിനാണ് നമ്മളിവിടെ വച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, പ്രൊവൈഡ്സ് പാത്ത് ഫോർ ഫ്ലെക്സ്. അല്ല, ഇതിലൊരു ചെറിയൊരു സ്റ്റേക്ക് ഉണ്ട്. ഫ്ലെക്സിന് കടന്നുകൊണ്ട് പാത്ത് കൊടുക്കുന്ന ആരാണ്? അത് നമ്മുടെ പോൾ ഷൂസ് ആണ്. ഇനി ഇതെന്ന് പറയുന്നത് ആർമേച്ചർ കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെച്ചിരിക്കുന്നത് അല്ലേ. ഈ ആർമേച്ചർ കോർ എന്ന് പറയുന്ന ആർമേച്ചർ കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആർമേച്ചർ കോർ ഉണ്ടാക്കിയിരുന്നത്. ഈ കോറിൻ്റെ അകത്ത് തന്നെ നമ്മൾ ആർമേച്ചർ വൈൻഡിങ്സ് ഉണ്ട്. വൈൻഡിങ്സിനകത്ത് നമ്മൾ എന്തുണ്ട്, വൈൻഡിങ്സ് ഇതിൻ്റെ ആർമേച്ചർ സ്ലോട്ടിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റുകളും കാണാൻ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആർമേച്ചർ വൈൻഡിങ്സ് 2 ടൈപ്പാണ്. ഒന്നെന്ന് പറയുന്നത് കോപ്പർ കോയിൽഡ് വൈൻഡിങ്സും, അടുത്തെന്ന് പറയുന്നത്